ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി. സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ, പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, നിങ്ങളുടെ മനസ്സിലുണ്ടോ? മാക്സിലുണ്ട്. മാക്സ് വെഡിംഗ് സെന്റർ, ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത. വാഴാനി ഡാമിൽ ജലനിരപ്പ് ഉയരുന്നു. ഡാം തുറന്നുവിടണമെന്ന തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങളിൽ നിന്ന് ഡിവിഷൻ കൗൺസിലർമാർ പിന്തിരിയണമെന്ന് നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് നടന്ന വടക്കഞ്ചേരി കൗൺസിൽ യോഗത്തിലാണ് നഗരസഭാ ചെയർമാൻ ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം നൽകിയത്. ഇപ്പൊ വാഴാനി പൊട്ടി ഒഴുകും, വാഴാനി ഡാം തുറക്കണം എന്ന രീതിയിലുള്ള ഒരു പൊതുവാർത്താണ്. ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോ ഇനിയും ഏകദേശം 21 മീറ്ററാണ് അതിന്റെ ആഴം. ഇപ്പൊ 11.87 മീറ്റർ വെള്ളമായിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ഡാം തുറന്നിട്ടും ഷട്ടർ തുറന്നിട്ടും വെള്ളം പോണില്ല. 2.5 സ്ലോയിസ് കിണറെ കൂടിയാണ് ഇപ്പൊ വിടുന്നത്. അപ്പൊ ഈ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഡിവിഷൻ കൗൺസിലർമാരുടെ പ്രസ്താവന ഉണ്ടോ? ആ പ്രസ്താവന നന്നല്ല. നിങ്ങളാരും അല്ല പ്രസ്താവിച്ച ആൾക്കൂടെ വന്നിട്ടില്ല. എന്തിനാ തെറ്റിദ്ധരിപ്പിക്കുന്ന ആൾക്കാരെ? മോശമല്ല അത് പത്രക്കാർ കൊടുക്കുക, TV-ക്കാർ കൊടുക്കുക. ഇപ്പോ മുല്ലപ്പെരിയാർ ഡാം തകരും, ചാലക്കുടി പുഴ ഒഴുകിപ്പോകും എന്ന് പറയുന്ന പോലെയുള്ള പ്രസ്താവനകൾ, അത്തരം രീതിയിലുള്ള തെറ്റിദ്ധാരണജനകമായിട്ടുള്ള പ്രസ്താവനകൾ കൊടുക്കാതിരിക്കണത് നല്ലത്. ഞാൻ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ കണ്ട് സംസാരിച്ചു. അവർ ആഴം കാട്ടി തന്നു, ഇന്നതാണ് സ്ഥിതി എന്ന് പറഞ്ഞു. സൂയിസ് കനാൽ കൂടെ 2.5 വെള്ളം വിട്ടിട്ട് പോലും വെള്ളം പോകാൻ വെള്ളമില്ല. കാരണം 10 മീറ്റർ പടുത്താൻ നിൽക്കുന്നത്. എന്നിട്ട് അപ്പുറത്ത് പറയാണ് കുറെ ആൾക്കാർ പോയി പരാതി കൊടുക്കുകയാണ്, കളക്ടർക്ക് പരാതി കൊടുക്കുകയാണ്. എന്താ ഏർപ്പാടത്? അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പരത്തുണ്ട്. ആ തെറ്റിദ്ധാരണ പരത്തുന്നത് ശരിയല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. മറ്റൊന്നുള്ളത്, സ്വസർവേഷന്റെ ഭാഗമായി നമ്മൾ 3ാം റാങ്കിലേക്ക് കേരളത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതിനൊരു പരിപാടി നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയും. എല്ലാവരും കൂടി നടത്തിയ പരിപാടിയുടെ ഭാഗമായിട്ടാണ്. SMS മാത്രല്ല, നമ്മൾ നടത്തിയ പരിപാടി ഡൽഹിയിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാർ വന്ന് ഇവിടെ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ 3ാം റാങ്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇന്ത്യയിൽ 131ാം റാങ്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം 2856. അതിന് തിരിച്ച് നമുക്ക് 131ാമേലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞു. നമ്മളെല്ലാവരും കൂടി നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമാണ്. അത്താണി DPR മാർക്കറ്റിന്റെ DPR അംഗീകരിച്ചിട്ടുണ്ട്. ഇനി അതിന്റെ മറ്റേ ടെൻഡർ നടപടിയിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പൊ അതിനേക്കാൾ മുമ്പ് അതിന്റെ വാലുവേഷൻ എടുത്തിട്ടുണ്ട്. വാലുവേഷൻ വെച്ച് പൊളിച്ചു മാറ്റാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. പൊളിച്ചു മാറ്റി അതിന് ശേഷം തറക്കല്ലിട്ട് നമ്മുടെ ഭരണസഭയുടെ കാലഘട്ടത്തിൽ തന്നെ തറക്കല്ലിട്ട് പണി ആരംഭിക്കാൻ വേണ്ടി നമുക്ക് കഴിയും. അപ്പൊ അതിന്റെ ഡേറ്റ് അത് നോക്കി നമുക്ക് തീരുമാനിക്കാം. You are watching VCV News.